മഴതോരും മുൻപേ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ കാറിൽ കനത്ത മൗനം തളം കെട്ടി നിന്നിരുന്നു. ഡ്രൈവിംഗ് സീറ്റിലിരുന്ന ഗോവർദ്ധനന്റെ കണ്ണുകൾ റോഡിലാണെങ്കിലും മനസ്സ് മുഴുവൻ തൊട്ടടുത്ത് സീറ്റിലിരിക്കുന്ന ബാലചന്ദ്രനിലായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അവൻ ബാലചന്ദ്രനെ പാളി നോക്കുന്നുണ്ടായിരുന്നു. പുറത്ത് ഇരുട്ടിലേക്ക് കണ്ണു നട്ട് എന്തോ ആഴത്തിലുള്ള ചിന്തകൾ മുഴുകിയിരിക്കുകയാണ് അദ്ദേഹം. ആ മുഖത്ത് ഒരുപാടധികം ചോദ്യങ്ങളുടെയും ഉത്തരങ്ങളുടെയും വേലിയേറ്റം നടക്കുന്നത് ഗോവർദ്ധനെ തോന്നി. ബാലേട്ടാ, ഗോവർദ്ധൻ ഒടുവിൽ ആ ഒരു നിശബ്ദയെ ഭേദിച്ചുകൊണ്ട് തന്നെ വിളിച്ചു. അവന്റെ ശബ്ദത്തിൽ ചെറിയൊരു ആശയക്കുഴപ്പമുണ്ടായിരുന്നു. ബാലചന്ദ്രൻ പെട്ടെന്ന് തന്നെ ഞെട്ടിയുണർന്നതുപോലെ അവനെ നോക്കി. എന്താടാ? അല്ല, എനിക്കൊന്നും അങ്ങ് മനസ്സിലാവുന്നില്ല. നമ്മൾ എന്തിനാ ഇപ്പൊ സ്റ്റാലിയുടെ വീട്ടിലേ പോയത്? അവിടെ ചെന്നിട്ട് കാര്യമായിട്ടൊന്നും സംസാരിച്ചില്ലല്ലോ. ആദ്യം നമ്മൾ നീലഗിരിയിൽ പോയി, പിന്നെ നേരെ ഇങ്ങോട്ടേക്ക് എറണാകുളത്തേക്കും. ബാലേട്ടൻ മനസ്സിൽ എന്താ ഉള്ളത്? എന്തൊക്കെയോ രഹസ്യങ്ങൾ എന്നിൽ നിന്നും മറച്ചു വെക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു. ഗോവർദ്ധനൻ ഒറ്റ ശ്വാസത്തിൽ അങ്ങ് ചോദിച്ചു തീർത്തു. ബാലചന്ദ്രൻ ഒരു നെടുവീർപ്പോടെ വീണ്ടും പുറത്തേക്ക് നോക്കി. കാറ്റിൽ അദ്ദേഹത്തിന്റെ മുടിയഴകൾ പാറി പറക്കുന്നുണ്ടായിരുന്നു. കുറച്ചു നേരത്തെ മൗനത്തിനു ശേഷം വളരെ ശാന്തമായ സ്വരത്തിൽ അദ്ദേഹം മറുപടി പറഞ്ഞു തുടങ്ങി. ഗോവർദ്ധന, ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞിട്ടുള്ളതല്ലേ, കുപ്പി തുറന്നു വിട്ട ഭൂതത്തിന്റെ കഥ. ആ ഭൂതത്തെ വീണ്ടും ആ കുപ്പിയിലാക്കാൻ വേണ്ടിയിട്ടുള്ള നെട്ടോട്ടത്തിലാണ് ഞാന്. 23 വർഷങ്ങൾ കേൾക്കുമ്പോൾ ചെറിയൊരു സംഖ്യയെങ്കിലും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അതൊരു വലിയ കാലയളവാണ്. 23 വർഷക്കാലം ഞാൻ പോലും അറിയാതെ എന്റെ കൺമുന്നിൽ പല രഹസ്യങ്ങളും മറഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ബാലചന്ദ്രന്റെ വാക്ക് കേട്ട് ഗോവർദ്ധൻ വണ്ടിയുടെ ഒരു വേഗത കുറച്ചു. അവന് കൂടുതൽ കേൾക്കണമെന്നുണ്ടായിരുന്നു. അപ്പോ ആ രഹസ്യങ്ങൾക്ക് ഓരോന്നോരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. സത്യം എന്താണെന്ന് എനിക്കറിയണം. അതിനു വേണ്ടിയിട്ടുള്ള യാത്രയാണിപ്പോ. ബാലചന്ദ്രന്റെ കണ്ണുകളിൽ ഒരു വല്ലാത്ത തിളക്കമുണ്ടായിരുന്നു. അതൊരു പക്ഷേ നഷ്ടപ്പെട്ട എന്തൊക്കെയോ തിരികെ പിടിക്കാനുള്ള ഒരു മനുഷ്യന്റെ വ്യഗ്രതയായിരിക്കാം. കഥ എന്നും അറിയാതെ ആട്ടം കാണുന്ന അവസ്ഥയിലാണല്ലോ ഞാന്. ഗോവർദ്ധനൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്തായാലും ബാലേട്ടന്റെ കൂടെ ഞാനുണ്ട്, എന്തു വന്നാലും. ആ വാക്കുകൾ ബാലചന്ദ്രന് വലിയൊരു ആശ്വാസമായിരുന്നു. കാറ് ഉള്ളിലേക്ക് വീണ്ടും വേഗത കൂട്ടി. ഇതേ സമയം സ്റ്റാൻലിയുടെ വീട്ടിൽ ഔതക്കുട്ടി വല്ലാത്ത ആശയക്കുഴപ്പത്തിലായിരുന്നു. പൂമുഖത്ത് ചാരുകസയിൽ കിടന്ന് അയാൾ പലതും ആലോചിച്ചു കൂട്ടി. ഷെറിന്റെ അച്ഛനായ ഔതക്കുട്ടിക്ക് സ്റ്റാൻലിയുടെ വീട്ടിലേക്കുള്ള ആ ഒരു ബാലചന്ദ്രന്റെയും ഗോവർദ്ധനന്റെയും കടന്നുവരവ് ഒട്ടും ദഹിച്ചില്ല. എന്തിനായിരിക്കും അവർ എറണാകുളത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് വന്നത്? അയാൾ തന്നോട് തന്നെ ചോദിച്ചു. ഷെറിനും അലീനയും കസിൻസാണെന്നുള്ള കാര്യം അദ്ദേഹത്തിനറിയാം. കാരണം സ്റ്റാൻലിയുടെ മകളാണല്ലോ അലീന. അവൾ ആ വീട്ടിലേക്ക് വരാനിരിക്കുന്നതുമാണ്. എന്നാൽ സ്റ്റാൻലിക്ക് ഇങ്ങനെ ഒരു മകളുണ്ടോ? അതുമായി ബന്ധപ്പെട്ട മറ്റു കഥകളൊന്നും തന്നെ ഔതക്കുട്ടിക്ക് അത്ര വ്യക്തമായിട്ട് അറിയില്ലായിരുന്നു. ഔതക്കുട്ടിയുടെ മനസ്സിൽ സംശയങ്ങളുടെ ഒരു വലിയ ചിന്ത തന്നെ രൂപപ്പെട്ടുകൊണ്ടിരുന്നു. വരാനിരിക്കുന്ന വലിയ കൊടുങ്കാറ്റിന് മുന്നോടിയാണ് ആ ശാന്തത എന്ന് ഇന്ന് അയാൾ ഭയന്നുപോയി. ഇതേ സമയം ശിവശങ്കറിന്റെ വീടാ കാണിക്കുന്നത്. വൈജയന്തിയുടെ മനസ്സിൽ വല്ലാത്തൊരു കൊടുങ്കാറ്റ് ആഞ്ഞു വീശുന്നുണ്ടായിരുന്നു. തന്റെ മുറിയിലൂടെ അവൾ അങ്ങോട്ടും ഇങ്ങോട്ടേക്കും നടന്നു. മുഖത്ത് വല്ലാത്തൊരു ദേഷ്യവും നിസ്സഹായതയും നിഴലിച്ചു നിന്നു. എറണാകുളത്തേക്ക് എന്തിനായിരിക്കും അവര് പോയത്? വൈജയന്തി പല്ലിറുമ്പി. എത്ര വട്ടം പറഞ്ഞിട്ടുള്ളതാ അങ്ങോട്ടേക്ക് പോകരുത് എന്ന്. എന്റെ കണ്ണൊന്ന് തെറ്റിയ ഉടനെ തന്നെ ഇറങ്ങിക്കോളും. ഓരോരോ യാത്രകൾ. അവളുടെ മനസ്സിലേക്ക് അലീനയുടെ മുഖം കടന്നു വന്നു. ആ നിമിഷം അവളുടെ കണ്ണുകളിൽ വെറുപ്പ് നിറഞ്ഞു. എല്ലാം അവളാണ്. ആ അലീന, അവളാണ് എന്റെ കുടുംബം നശിപ്പിച്ചത്. ഞാൻ ആ വീട്ടിലുണ്ടായിരുന്നുവെങ്കിൽ ഇങ്ങനെയുള്ള തോന്നിയാസങ്ങളൊന്നും അവിടെ നടക്കില്ലായിരുന്നു. എങ്ങു നിന്നോ വന്നവൾ ഇപ്പോ എന്റെ മക്കളെ കൂടി അവൾ വശത്താക്കിയിരിക്കുകയാണ്. അവളുടെ സ്വയം വിലാപങ്ങൾക്കിടയിലേക്കാണ് രഞ്ജിനി കടന്നു വരുന്നത്. രഞ്ജിനിയുടെ ആ ഒരു വരവ് വൈജയന്തിയെ കൂടുതൽ അസ്വസ്ഥയാക്കി. ആന്റി എന്തെങ്കിലും ആലോചിച്ച് നിൽക്കുന്നത്? രഞ്ജിനി ചോദിച്ചു. വൈജയന്തി അവളെ നിരൂക്ഷമായി നോക്കി. പിന്നെ ദേഷ്യം മടക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഒന്നുമില്ല. അല്ല, ആന്റിയുടെ നിപ്പ് കണ്ടപ്പോൾ ചോദിച്ചു പോയതാ. ആന്റി എന്താ അവരുടെ കൂടെ കടപ്പാട്ടൂർ വീട്ടിലേക്ക് പോവാതിരുന്നത്? രഞ്ജിനിയുടെ ആ ഒരു ചോദ്യം വൈജയന്തിയുടെ മുറിവിൽ ഉപ്പ് തേക്കുന്നത് പോലെയായിരുന്നു. എങ്ങോട്ടേക്ക് പോവാൻ? കടപ്പാട്ടൂരേക്കോ? അവിടെ എനിക്കെന്താ കാര്യം? അവിടെ എന്നെ കാത്ത് ആരായിരിക്കുന്നത്? വൈജയന്തിയുടെ ശബ്ദമുയർന്നു. അല്ല ആന്റി, അത് ആന്റിയുടെ സ്വന്തം വീടല്ലേ? രഞ്ജിനി സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. സ്വന്തം വീടോ? അതൊക്കെ കുറെ കാലം മുൻപായിരുന്നു രഞ്ജിനി. ഇപ്പോ അത് അവളുടെ വീടല്ലേ? ആ അലീന എന്ന പിശാചിന്റെ വീട്. അവളല്ലേ ഇപ്പൊ അവിടുത്തെ സർവാധികാരി. എനിക്ക് എന്തെങ്കിലും വകയുണ്ടോ? എന്തെങ്കിലും വിലയുണ്ടോ അവിടെ? ഞാൻ ആരുമില്ല ഇപ്പോ. വൈജയന്തിയുടെ വാക്കുകളിൽ സങ്കടത്തേക്കാൾ കൂടുതൽ ഈർഷ്യമായിരുന്നു. ഇതൊക്കെ കേട്ടുകൊണ്ടാണ് കമലമ്മ അങ്ങോട്ടേക്ക് വന്നത്. വൈജയന്തിയുടെ നാത്തൂനായ കമലക്ക് ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ നന്നായിട്ട് അറിയാമായിരുന്നു. വൈജയന്തി ഇങ്ങനെ വെറുതെ വാശി പിടിച്ചിരുന്നിട്ട് എന്താ കാര്യം? കമലമ്മ ചോദിച്ചു. ഞാൻ വാശി പിടിക്കുമെന്നാണോ കമലെടുത്ത് വിചാരിക്കുന്നത്? ഒന്ന് ആലോചിച്ചു നോക്കിയേ, എനിക്കവിടെ എന്തെങ്കിലും സ്ഥാനമുണ്ടോ? വൈജയന്തി പ്രതിരോധിച്ചു. അതെ, വൈജയന്തിയുടെ വീടല്ലേ അത്, പിന്നെന്താ പ്രശ്നം? രഞ്ജിനി വീണ്ടും ചോദിച്ചു. അതിന്റെ ഉത്തരക്ക് ഞാൻ പറഞ്ഞല്ലോ. രഞ്ജിനി, അവിടെ ഒരുത്തിയെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടല്ലോ, ആ അവിഹിത സന്തതിയെ. വൈജയന്തിയുടെ വാക്കുകൾ മൂർച്ചയുള്ളതായിരുന്നു. അയ്യോ ആന്റി, അങ്ങനെ പറയല്ലേ. ബാലചന്ദ്രൻ അങ്കിൾ അങ്ങനെ ഒരാൾ ജനിച്ച മോളൊന്നുമല്ല ആ അലീന ചേച്ചി. അതൊക്കെ വെറുതെ പറയുന്നതല്ലേ. രഞ്ജിനി തിരുത്താൻ ശ്രമിച്ചു. നിന്നോടാരാ പറഞ്ഞത് ഇതൊക്കെ? ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ട കാര്യങ്ങളാ. ഏതോ ആംഗ്ലോ ഇന്ത്യൻ സ്ത്രീയിൽ ഗൾഫിൽ വെച്ച് ബാലചന്ദ്രമേനോനുണ്ടായ മോളാണ് അലീന.
നീ എന്നെ പഠിപ്പിക്കാനൊന്നും വരണ്ട എന്ന് വൈജയന്തി തറപ്പിച്ചു പറഞ്ഞു. അല്ല ആന്റി, അതൊക്കെ കള്ളക്കഥകളാണെന്നാ ഇവിടെ എല്ലാവരും പറയുന്നത്. ആന്റിക്ക് സംശയമുണ്ടെങ്കിൽ അച്ഛനോടോ മനുവേട്ടനോടോ ചോദിച്ചു നോക്ക്. രഞ്ജിനി വിട്ടുകൊടുത്തില്ല. വൈജയന്തി ദേഷ്യത്തോടു കൂടെ മുഖം തിരിച്ചു. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാനത് വിശ്വസിക്കില്ല. അവൾ ബാലചന്ദ്രന്റെ മകൾ തന്നെയാണ്. അവൾ അത് വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം തന്റെ ഭർത്താവിനെ വെറുക്കാൻ അവൾക്കൊരു കാരണം വേണമായിരുന്നു. രാത്രിയിലെ ഭക്ഷണ സമയമായി ഡൈനിങ് ടേബിളിൽ ശിവശങ്കരനും മനുവും ഇരിക്കുന്നുണ്ടായിരുന്നു. അന്തരീക്ഷത്തിൽ അസാധാരണമായൊരു മൗനം നിറഞ്ഞു നിന്നു. അവിടേക്കാണ് വൈജയന്തി കടന്നു വരുന്നത്. അവളുടെ മുഖത്ത് കാർമേഘങ്ങൾ കണ്ടപ്പോൾ തന്നെ ശിവശങ്കരന് മനസ്സിലായി എന്തോ വലിയ പൊട്ടിത്തെറി വരാനിരിക്കുന്നുണ്ട് എന്ന്. കസേര വലിച്ചിരുന്ന പാടെ വൈജയന്തി ചോദിച്ചു, സത്യം പറ ശിവേട്ടാ, ഞാൻ കേട്ടതൊക്കെ ശരിയാണോ? അലീന ബാലചന്ദ്രന്റെ മകളല്ല എന്ന് ഇവിടെ എല്ലാവരും പറയുന്നു. ഇതിലെന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ? ശിവശങ്കരൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണം പാത്രത്തിൽ വെച്ച് വൈജയന്തിയെ നിർവികാരമായി ഒന്ന് നോക്കി. നിനക്ക് ബാലചന്ദ്രനെ എത്ര വർഷമായിട്ട് അറിയാം വൈജയെ? അയാൾ തിരിച്ചു ചോദിച്ചു. അതെന്താ അങ്ങനൊരു ചോദ്യം? കല്യാണം കഴിഞ്ഞ അന്നു മുതൽ എനിക്ക് ബാലേന്ദ്രനെ അറിയാം, വൈജയന്തി പറഞ്ഞു. എന്നിട്ട് ബാലചന്ദ്രൻ ആരുടെയെങ്കിലും കൂടെ ഒളിച്ചോടി പോകുമെന്നോ അങ്ങനെ എന്തെങ്കിലും വഴിവിട്ട ബന്ധമുണ്ടാകുമെന്നോ നിനക്ക് എപ്പോഴെങ്കിലും തോന്നുന്നുണ്ടോ? ശിവശങ്കരന്റെ ചോദ്യം കൃത്യമായിരുന്നു. അതൊന്നും പറയാൻ പറ്റില്ലല്ലോ. വൈജയന്തി ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. എന്റെ അറിവിൽ അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഇങ്ങനൊരു വാർത്ത കേട്ടപ്പോൾ എങ്കിൽ അങ്ങനെ ഒരു ബന്ധമില്ലെന്ന് നീ അങ്ങ് വിശ്വസിക്ക്, ശിവശങ്കരൻ ശാന്തമായി പറഞ്ഞു. പക്ഷേ എനിക്ക് ആ ബന്ധമുണ്ടെന്ന് വിശ്വസിക്കാനാണ് ഇഷ്ടം. വൈജയന്തിയുടെ ഉള്ളിലെ വിദ്വേഷം പുറത്തു ചാടി. ശിവശങ്കരൻ ഒരു നിമിഷം അവളെ തന്നെ നോക്കിയിരുന്നു. പിന്നെ പറഞ്ഞു, എങ്കിൽ പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല വൈജയെ. നീ നിനക്ക് ഇഷ്ടമുള്ളതുപോലെ വിശ്വസിച്ചോ. ഇത്രയും നേരം മിണ്ടാതിരുന്ന മനു പെട്ടെന്ന് തന്നെ ഇടപെട്ടു. ആന്റി എന്തിനാ വെറുതെ ഇങ്ങനെ കാട് കയറി ചിന്തിക്കുന്നത്? അങ്കിളിനെ കുറിച്ച് ആന്റിക്കൊരു അഭിപ്രായമില്ലേ? ഞാൻ കണ്ടെടുത്തോളം അങ്കിൾ വളരെ ഡീസന്റ് ആയിട്ടുള്ള ജെന്റിൽമാനാണ്. അല്ലാതെ ആന്റിയെ പോലെ. എന്താണ് നീ പറഞ്ഞത്? വൈജയന്തി അങ്ങ് ചാടി എഴുന്നേറ്റു. എന്നെ പോലെയെന്നോ? എനിക്ക് എന്താടാ കുഴപ്പം? അല്ല, ആന്റിക്ക് കുഴപ്പമൊന്നുമില്ല. മനു വാക്കുകൾ പിൻവലിക്കാൻ ശ്രമിച്ചു. പക്ഷേ വൈജയന്തിയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു തൊടുത്തിരുന്നു. ശിവശങ്കരൻ കടുപ്പത്തിൽ പറഞ്ഞു, ദേ വൈജയെ, വെറുതെ വടി കൊടുത്ത് അടി വാങ്ങിക്കാനും നിൽക്കണ്ട. നീ നിന്നെ തന്നെ ഇങ്ങനെ ഒന്ന് വിലയിരുത്തി നോക്ക്. അപ്പോൾ നിനക്ക് മനസ്സിലാവും നീരും ബാലചന്ദ്രനും തമ്മിലുള്ള ആ ഒരു അന്തരം എന്താണ് എന്ന്. ഇത്രയും കാലമായിട്ട് നീ അയാളെ മനസ്സിലാക്കിയിട്ടില്ല. അതാണ് നിനക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ്. ശിവശങ്കരന്റെ വാക്കുകൾ ചാട്ടുള്ളി പോലെയാണ് വൈജയന്തിയുടെ ഹൃദയത്തിൽ അങ്ങ് തറച്ചത്. അയാൾ തുടർന്നു, നീ നിന്നെ മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ വൈജയെ. നിന്റെ ഭർത്താവിനെയോ മക്കളെയോ നീ സ്നേഹിക്കുന്നില്ല. എപ്പോഴും നിനക്ക് നിന്റെ കാര്യം മാത്രം. മറ്റുള്ളവരെ കുറിച്ച് നീ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതുകൊണ്ടല്ലേ നീ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. നിന്റെ സ്വന്തം മക്കൾ പോലും നിനക്കെതിരെ തിരിഞ്ഞ് അലീനെ സ്നേഹിച്ചു തുടങ്ങി. കാരണം എന്താ നിനക്കറിയാമോ? നിന്റെ ഈ കയ്യിലിരിപ്പ് തന്നെ. ശിവേട്ടാ, വൈജയന്തി അലറി. കണ്ണുനീർ അവളുടെ കളവിലൂടെ അങ്ങനെ ഒഴുകാൻ തുടങ്ങിയിരുന്നു. എന്ത് വേണമെങ്കിലും പറഞ്ഞോ, പക്ഷേ ഞാൻ കൊള്ളരുതാത്തവളാണെന്ന് മാത്രം പറയരുത്. നീ വലിയ പതിവ്രതയാണല്ലോ. ശിവശങ്കര പുച്ഛത്തോടെ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് കൈ കഴുകാനായി പോയി. കമലമ്മ ഇതൊക്കെ കേട്ട് സ്തംഭിച്ചു നിൽക്കുമായിരുന്നു. ഈ കുടുംബത്തിൽ എന്തൊക്കെയോ വലിയ ചുഴലഴികൾ വീശാൻ തുടങ്ങിയിരുന്നു എന്ന് അവൾക്ക് മനസ്സിലായി. സങ്കടവും അപമാനവും താങ്ങാനാവാതെ വൈജയന്തി തന്റെ മുറിയിലേക്ക് ഓടി. മുറിയിലെത്തിയ വൈജയന്തി കട്ടിലേക്കങ്ങ് വീണ് പൊട്ടിക്കരഞ്ഞു. സ്വന്തം ആങ്ങളെ പോലും തന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന ചിന്ത അവളെ തളർത്തി. കുറച്ചു കഴിഞ്ഞപ്പോൾ ശിവശങ്കരൻ മുറിയിലേക്ക് പോകുന്ന ആ ഒരു ശബ്ദം അവൾ കേട്ടു. കണ്ണുനീർ തുളിച്ചുകൊണ്ട് അവൾ പതുക്കെ എഴുന്നേറ്റ് പുറത്തേക്ക് വന്നു. ശിവശങ്കരന്റെ മുറിയുടെ വാതിൽ അവളൊന്നും നിന്നു. അകത്ത് കമലയും ശിവശങ്കരൻ തമ്മിൽ സംസാരിക്കുമായിരുന്നു. അവർ കാതോർത്തു. സത്യം പറ ശിവേട്ട, കമലയുടെ ശബ്ദം എന്താ ശരിക്കും സംഭവിച്ചത്? അലീന ബാലചന്ദ്രന്റെ മകളെന്ന് ശിവേട്ടിന് നേരത്തെ തന്നെ അറിയാമായിരുന്നോ എന്ന് കമല ചോദിച്ചു. അറിയാമായിരുന്നു. ശിവശങ്കരന്റെ മറുപടി വൈജയന്തിയെ ഞെട്ടിപ്പിച്ചു. ഓ, അപ്പോ നിങ്ങൾ എല്ലാവരും കൂടിയിട്ട് അറിഞ്ഞുകൊണ്ട് സത്യങ്ങളൊക്കെ മറച്ചു വെക്കുമായിരുന്നില്ലേ? എന്താ വിചാരിച്ചത്? ബാലചന്ദ്രന്റെ അവിധ സന്തതിയാണെന്ന് ആദ്യമൊക്കെ ഞാനും വിശ്വസിച്ചു. പിന്നെ എനിക്ക് മനസ്സിലായി അതല്ല സത്യമെന്ന്. എന്നിട്ട് എന്താ വൈജയന്തിയോട് ഇത് പറയാതിരുന്നത്? കമല ചോദിച്ചു. അവളോട് പറയണ്ടെന്ന് എനിക്ക് തോന്നി. അവൾ അത് അർഹിക്കുന്നില്ല, ശിവശങ്കരൻ പറഞ്ഞു. കമലയുടെ ശബ്ദത്തിൽ അല്പം അനിഷ്ടം കലർന്നു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നിങ്ങളുടെ പെങ്ങൾ ഇവിടെ വന്നിട്ട് കുറച്ചു നാളായി. ഇവിടെ നിന്ന് പോകുന്ന ലക്ഷണമില്ല. ഇനി എന്നെ എങ്ങാനും ഭരിക്കാൻ വന്നാലുണ്ടല്ലോ, ഞാൻ ചൊട്ട മറുപടി അങ്ങ് കൊടുക്കും. പറഞ്ഞേക്കാം. നീ മറുപടി കൊടുക്കുമോ ഇല്ലയോ എന്നത് നിന്റെ ഇഷ്ടം. എന്തു വേണമെങ്കിലും ചെയ്തോ, ശിവശങ്കരൻ നിസ്സംഗതയോടെ പറഞ്ഞു. വാതിൽക്കൽ നിന്നിരുന്ന വൈജയന്തി ഇതെല്ലാം തന്നെ കേട്ടിരുന്നുണ്ടായിരുന്നു. തന്റെ നെഞ്ചിൽ ഒരു കൊള്ളിയാൽ മിന്നി. തന്നെ ഈ വീട്ടിൽ നിന്ന് എത്രയും പെട്ടെന്ന് തന്നെ പറഞ്ഞുവിടാനാണ് കമലമ്മ ശ്രമിക്കുന്നത്. സ്വന്തം സഹോദരൻ അതിന് കൂട്ടുനിൽക്കുന്നു. അവൾക്ക് ലോകം മുഴുവൻ കറങ്ങുന്നത് പോലെ തോന്നി. അവൾ ഇവിടെ വന്ന് നിൽക്കുന്നത് ബാലചന്ദ്രന്റെ മകളാണ് അലീന എന്ന് പറഞ്ഞിട്ടല്ലേ? കമലമ്മ ചോദിക്കുന്നത് കേട്ടു. അങ്ങനെയല്ലെന്ന് അറിഞ്ഞിട്ട് പോലും അവൾക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവൾക്ക് തിരിച്ചു പോവാൻ മടിയാണ് അല്ലേ? അല്ല, അവൾ മകളല്ലെങ്കിൽ പിന്നെ എന്തിനാ ശിവേട്ട അവളെ ആ വീട്ടിൽ പിടിച്ചു നിർത്തിയിരിക്കുന്നത്? ബാലചന്ദ്രന് ഇത്തിരി കനിവുണ്ടായിപ്പോയി, അത്ര തന്നെ. ഇവിടെ യഥാർത്ഥ കുഴപ്പം ആരുടെ കയ്യിലാണെന്നറിയാമോ? എന്റെ പെങ്ങളുടെ കയ്യിൽ തന്നെയാ, വൈജയന്തിയുടെ കയ്യില്. ശിവശങ്കരന്റെ ശബ്ദമുയർന്നു. എനിക്ക് എപ്പോഴാ സമ്മതം തെറ്റുന്നത് എന്ന് എനിക്ക് തന്നെ അറിയില്ല.
ക്ഷമിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട് കമലെ. എന്റെ ക്ഷമയുടെ നെല്ലിപ്പടി കണ്ടുകൊണ്ടാണ് ഞാൻ നിൽക്കുന്നത്. ഇത്രയും പറഞ്ഞ ശിവശങ്കരൻ ദേഷ്യത്തോടെ മുറിയിൽ നിന്നും പുറത്തേക്ക് വന്നു. വാതിൽക്കൽ തറഞ്ഞു നിൽക്കുന്ന വൈജയന്തിയെ കണ്ടുവെങ്കിലും ഒന്നും മിണ്ടാതെ അയാൾ നടന്നുപോയി. വൈജയന്തിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ലായിരുന്നു. ഇത്രയും വലിയൊരു തിരിച്ചടി അവൾ പ്രതീക്ഷിച്ചില്ല. അവൾ ആകെ തളർന്നുപോയി. അലീന മകളല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ബാലചന്ദ്രൻ അവളെ ഇത്രത്തോളം സംരക്ഷിക്കുന്നത്? ആ ചോദ്യം അവളുടെ തലച്ചോറിനെ തുറന്നു നിന്നുകൊണ്ടിരുന്നു. പിറ്റേന്ന് രാവിലെ അന്തരീക്ഷം കുറച്ചുകൂടി ശാന്തമായിരുന്നു. വീടിന്റെ പൂമുഖത്ത് രോഹിത് ഒറ്റയ്ക്കിരിക്കുകയായിരുന്നു. ഫോണിൽ എന്തോ നോക്കിക്കൊണ്ടിരിക്കുന്ന അവന്റെ അടുത്തേക്ക് രേവതിക്കുട്ടി വന്നു. ഇന്ന് അവർക്ക് പുറത്തു പോകാനൊരു പ്ലാൻ ഉണ്ടായിരുന്നു. കുറച്ച് പർച്ചേസിംഗ് ഒക്കെ നടത്തേണ്ടതുണ്ട്. അവളെ കണ്ടപ്പോൾ രോഹിത് ഫോണ് പോക്കറ്റിലിട്ടു. എന്താ? അവൻ ചോദിച്ചു. രേവതിക്കുട്ടി ഒരു കുസൃതിയോടുകൂടെ അവനെ നോക്കി. എങ്ങനെയുണ്ട് നിന്റെ ക്ലാസ്സൊക്കെ? നല്ല രീതിയിൽ പോകുന്നില്ലേ? രോഹിത് ഒന്ന് പരുങ്ങി. അതിന് ഞാനിപ്പോൾ ക്ലാസ്സിലൊന്നും പോകുന്നില്ലല്ലോ. ഓ, ഞാനതങ്ങ് മറന്നുപോയി. നിന്നെ സസ്പെൻഡ് ചെയ്തിരിക്കുവാണല്ലോ അല്ലേ? നല്ല ക്ലാസ്. അവൾ കളിയാക്കി. രോഹിത്തിന്റെ മുഖം അങ്ങ് മങ്ങി. നിനക്കത് അറിയാമല്ലോ, പിന്നെ എന്തിനാ വെറുതെ ചോദിച്ച് ബുദ്ധിമുട്ടിക്കുന്നത്? അവന്റെ ആ ഒരു മാറ്റം കണ്ടപ്പോൾ രേവതിക്കുട്ടിക്ക് ചിരി വന്നു. ഓഹോ, ഇത്ര വലിയ തൊട്ടാവാടിയായിരുന്നോ നീ? ഞാൻ വിചാരിച്ചത് നീ ഭയങ്കര ധൈര്യശാലിയാണെന്നാ. ഗുണ്ടകളെ പോലെ നടക്കുന്നത് കണ്ടപ്പോൾ അങ്ങനെയാ കരുതിയത്. പക്ഷേ അടുത്ത് നിന്ന് സംസാരിച്ചപ്പോഴല്ലേ മനസ്സിലായത് ആളൊരു പാവമാണെന്ന്. പുറമേയുള്ള ഈ ഒരു ഗമയൊന്നും ഉള്ളിലില്ല എന്ന്. അവളുടെ വാക്കുകൾ രോഹിത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ ഉണ്ടാക്കി. അവൻ അവളെ തന്നെ നോക്കി നിന്നു. ഞാൻ അത്ര പാവമൊന്നുമല്ല, അവൻ പതുക്കെ പറഞ്ഞു. ഹാ, അതിനെനിക്കറിയാം നീ അത്ര പാവമൊന്നുമല്ല എന്ന്. എന്നോട് അലീന ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു. രേവതിക്കുട്ടി ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞു. അലീനയുടെ പേര് കേട്ടപ്പോൾ രോഹിത് പെട്ടെന്ന് ടെൻഷനായി. തന്നെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അലീന ഇവളോട് പറഞ്ഞിട്ടുണ്ടാവുമോ എന്ന് അവൻ ഭയന്നു. എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് അവൻ വെക്കി. ഏയ് ഒന്നുമില്ല, അവൾ ഒഴിഞ്ഞു മാറി. അത് പിന്നെ അതൊക്കെ അറിയാതെ സംഭവിച്ചു പോയതാ. രോഹിത് ന്യായീകരിക്കാൻ ശ്രമിച്ചു. ആയിക്കോട്ടെ, ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ അറിയാതെ ചെയ്യുന്ന തെറ്റുകളൊക്കെ ഭവിഷ്യത്ത് എന്താണ് എന്നൊക്കെ. രേവതിക്കുട്ടി ഒരു ഉപദേശം എന്നോളം പോലും പറഞ്ഞു. രോഹിത് തല താഴ്ത്തി. കൂടുതലൊന്നും പറയണ്ട, എനിക്കറിയാം എന്റെ തെറ്റുകള്. എനിക്ക് നിന്നെ മനസ്സിലായി രോഹിത്. രേവതിക്കുട്ടിയുടെ ശബ്ദത്തിൽ ഇപ്പോൾ കളിയാക്കലല്ലായിരുന്നു, മറിച്ച് വല്ലാത്തൊരു കരുതൽ നിറഞ്ഞു നിന്നിരുന്നു. നീ സ്വതവേ ചീത്തയൊന്നുമല്ല. നിന്റെ ആ കൂട്ടുകെട്ടാണ് നിന്നെ നശിപ്പിച്ചത്. ആ ഹരിയുടെ കൂടെയുള്ള നടപ്പ്, അതായിരുന്നു നിന്റെ ഏറ്റവും വലിയ തെറ്റ്. അതാണ് നിന്നെ ഇങ്ങനെ ആക്കി തീർത്തതും. ഇനിയെങ്കിലും അതൊക്കെ വിട്ട് നീ നല്ല രീതിയിലൊക്കെ ജീവിക്കാൻ നോക്ക്. അവളുടെ വാക്കുകളിലെ ആത്മാർത്ഥത രോഹിത്തിനെ വല്ലാതെ സ്പർശിച്ചു. അതിന് ഞാനിപ്പോൾ വളരെ നല്ല രീതിയിലാണല്ലോ ജീവിക്കുന്നത്, അവൻ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഹാ, അത് ശരിയാ. നിന്നോട് സംസാരിക്കുമ്പോൾ എനിക്കത് മനസ്സിലായി. ഇയാൾ ആളുകൾ പറയുന്നത് പോലെ അത്ര വലിയ ഡേഞ്ചർ ഒന്നുമല്ലെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞ് അവൾ ചിരിച്ചു. അതങ്ങനെ നിനക്ക് മനസ്സിലായി? രോഹിത്തിന്റെ കണ്ണുകളിൽ ഇപ്പോൾ ഒരു തിളക്കമുണ്ടായിരുന്നു. അതൊക്കെ മനസ്സിലാവും. ഒരാളോട് കുറച്ചു നേരം സംസാരിക്കുമ്പോൾ തന്നെ അയാളുടെ സ്വഭാവം അറിയാൻ പറ്റും. അതിന് വേറെ റിസർച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ലല്ലോ, അവൾ കണ്ണിറിക്കൊണ്ട് പറഞ്ഞു. അത്രയും പറഞ്ഞ രേവതിക്കുട്ടി അകത്തേക്ക് നടന്നുപോയി. രോഹിത് അവൾ പോകുന്നത് നോക്കി അവിടെ തന്നെ നിന്നു. അവന്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു. അവർ തമ്മിൽ എപ്പോഴും അണക്കാണെങ്കിലും പരസ്പരം ഒരുപാടധികം സ്നേഹിക്കുന്നുണ്ടെന്നും കരുതലുണ്ട് എന്നും അവർക്ക് രണ്ടുപേർക്കും മനസ്സിലായിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും മനസ്സിൽ അറിയാതെ ഒരു ക്രഷ് പടരുകയാണ്. പുതിയൊരു പ്രണയത്തിന്റെ മുളകൾ ആ ഒരു വീട്ടുമുറ്റത്ത് വിടരുന്നതും കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലായിരിക്കും രോഹിത്തും രേവതിക്കുട്ടിയും തമ്മിൽ പ്രണയത്തിലാവുന്നത്. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് എപ്പിസോഡ് ഇനി പറയാട്ടോ. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്കൊക്കെ തന്ന് ഹൈപ്പ് ചെയ്യണം കേട്ടോ. ബൈ.